2004 VC സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക ഗവേഷണ പദ്ധതിക്ക് ഞാൻ രൂപം കൊടുക്കുകയായിരുന്നു. ആ ഗവേഷണ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു പഠനം ഇവിടെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദക്ഷിണേന്ത്യ എടുത്തുകൊണ്ട് അതിലെ 4 ഗ്രാമങ്ങളെ എടുത്തുകൊണ്ട് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരളം 4 സംസ്ഥാനങ്ങളിലെ 4 ഗ്രാമങ്ങളെ എടുത്തുകൊണ്ട് ആളുകൾ എന്ത് പറയുന്നു, അവിടെ എങ്ങനെ സാമൂഹ്യ മാറ്റം ഉണ്ടായി, എങ്ങനെ ദേശീയ പ്രസ്ഥാനം വളർന്നു വന്നു, ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം 60 കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രാമങ്ങൾ എവിടെ നിൽക്കുന്നു, ഈ ഗ്രാമങ്ങളെ വളർച്ച ഒരേപോലെയല്ല. ഈ 4 ഗ്രാമങ്ങളിൽ 4 വഴിക്കുള്ള വളർച്ചയാണ് കാണുന്നത്. അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം, ഇത് അധികം ആൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ദ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫർമേഷൻ ഓഫ് സൗത്ത് ഇന്ത്യൻ വില്ലേജസ് ഡ്യൂറിങ് ദ 20th സെഞ്ച്വറി. വലിയൊരു ടൈറ്റിലാണ്. ദ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫർമേഷൻ ഓഫ് സൗത്ത് ഇന്ത്യൻ വില്ലേജസ് ഡ്യൂറിങ് ദ 20th സെഞ്ച്വറി, എ കേസ് സ്റ്റഡി ബേസ്ഡ് ഓൺ ഓറൽ ഹിസ്റ്ററി. വാമൊഴി ചരിത്രം. ജനങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഗ്രാമങ്ങളെ പറ്റി? ഇതുവരെ ഞാൻ രേഖകൾ നോക്കിയിട്ടുള്ള ചരിത്രങ്ങളും അതും ഇതുമെല്ലാം പറഞ്ഞു. രേഖകളില്ലാതെ വാമൊഴിയായിട്ട് ആളുകൾ എന്ത് പറയുന്നു എന്നാണ്. അപ്പോൾ ഈ 4 വില്ലേജുകൾ, ഞാൻ 4 വില്ലേജുകൾ തിരഞ്ഞെടുത്തത് കേരളത്തിൽ കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരി എന്ന് പറയുന്ന കണ്ണൂരിനടുത്തുള്ള ഗ്രാമം. മറ്റൊരു ഗ്രാമം എടുത്തത് കർണാടകത്തിലെ ബസ്രൂർ എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. ബസ്രൂർ എന്ന് പറഞ്ഞാൽ കുന്താപുരത്തിന് അടുത്തുള്ള 80 കിലോമീറ്റർ വരുന്നൊരു ഗ്രാമമാണ് എടുത്തത്. തമിഴ്നാട്ടിലെടുത്തത് കീഴ്വൺമണി എന്ന് പറയുന്ന ഗ്രാമമാണ്. നിങ്ങളൊന്ന് പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കീഴ്വൺമണി എടുത്തു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കടവള്ളി എന്ന് പറയുന്ന ഗ്രാമങ്ങളെടുത്തു. ഈ കടവള്ളി ഈ ഗ്രാമങ്ങളിൽ മുഴുവൻ ക്യാമ്പ് ചെയ്ത് അവിടെയുള്ള പ്രധാനികളെയും പ്രധാനികളല്ലാത്ത കർഷകരെയും എല്ലാം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയിട്ട് ഉള്ള പഠനമാണ് വാസ്തവത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അത് ചരിത്രകാരന്മാർ ഇപ്പോൾ നമുക്കറിയാം, റവമ്പേഡ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. ആ റവമ്പേഡ് വില്ലേജിനെ പോലെയുള്ള ഈ വില്ലേജുകളെ നമ്മൾ 2002-4 ഘട്ടത്തിലാണ് ഞാൻ പഠനം നടത്തിയത്. ഒരുപക്ഷെ ഈ 25-ന് ശേഷമോ അല്ലെ 30-ന് ശേഷമോ ഈ ഗ്രാമങ്ങളെ വീണ്ടും ആളുകൾ സന്ദർശിച്ച് അവിടുത്തെയുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് പഠിക്കേണ്ട ഒരു അടിസ്ഥാന രേഖയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. MN ശ്രീനിവാസാണ് റവമ്പേഡ് വില്ലേജ് ചെയ്തിട്ടുള്ളത്. ആ റവമ്പേഡ് വില്ലേജിൽ അദ്ദേഹം തന്നെ പിന്നീട് 10-30 കൊല്ലങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം രണ്ടാമത് സോഷ്യോളജിക്കലായിട്ടുള്ള പഠനം ചെയ്തു. എനിക്ക് അതുപോലെ ഈ 4 ഗ്രാമങ്ങളും സന്ദർശിച്ച് ഇനിയൊരു പഠനം ചെയ്യാനാവുകയില്ല. ഇപ്പോൾ കല്യാശ്ശേരി എന്തുകൊണ്ട് ഞാൻ എടുത്തു നോക്കിയാൽ, കർഷക പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു കല്യാശ്ശേരി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ആ പഞ്ചായത്ത് ഇന്ത്യയിൽ 1ാമത്തെ പഞ്ചായത്തായിട്ട് മാറി വരുന്നു സ്വാതന്ത്ര്യത്തിന്. ഇതിൻ്റെ കാരണം എന്താണ്? ആ കാരണം എന്ന് പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനം 1920-കൾ മുതൽ കല്യാശ്ശേരിയിൽ ഏറ്റവും സജീവമായിട്ട് KPR ഗോപാലൻ, KPR രായരപ്പൻ, MV നാരായണൻ നമ്പ്യാർ, EK നായനാർ ബാലസംഘത്തിൻ്റെ ആളായിട്ടാണ് അന്ന് കയറി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ KPR ഗോപാലന് തൂക്ക് കയറിൽ വിധിച്ച മൊറാഴ കേസ്, 40-ൽ നടന്ന മൊറാഴ കേസ്, ഇതിലെല്ലാം കൂടിയിട്ട് രാഷ്ട്രീയമായിട്ട് വലിയ മാറ്റങ്ങൾ നടന്നു. ആ മാറ്റങ്ങളെ തുടർച്ച നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടെ നിലനിർത്തിക്കൊണ്ട് പഞ്ചായത്തുകളും ഭരണ സമിതികളും എല്ലാം തന്നെ വളരെ വളരെ മുന്നോട്ട് പോയി. അപ്പോൾ ആ കല്യാശ്ശേരി ഇന്ന് ഏറ്റവും സജീവമായിട്ട്, ആ സജീവമായി നിൽക്കുന്നതിന് അവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് ഇതെല്ലാം വളർന്നു വന്നു. ഇപ്പോൾ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് വരുമ്പോൾ ആറോൻ അവിടെ സ്പിന്നിങ് മില്ലുണ്ടാക്കി. ആ സ്പിന്നിങ് മില്ലിൽ ആറോൻ്റെ സ്പിന്നിങ് മില്ല് വന്നതോടുകൂടി ഒരു കൂട്ടം ഫാക്ടറി തൊഴിലാളികൾ അവിടെ ഉണ്ടായി. ആ ഫാക്ടറിയിലുള്ള യൂണിയൻ വന്നു.
ഫാക്ടറി യൂണിയൻ വരാൻ കാരണം തന്നെ എന്താണ്? കർഷകർ ഈ ഫാക്ടറിയിൽ പോയിട്ട് പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ കർഷകർ പോകരുതെന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്ത്, ഫാക്ടറി തൊഴിലാളികൾ കർഷകർ വരരുതെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ 2 ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റുകൾ ശ്രദ്ധേയമായി. ഇപ്പോൾ ഇന്ത്യയിലെ കോട്ടൺ മിൽസിലെ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, കല്യാശ്ശേരിക്കാരൻ ഏതായാലും അതിൽ ഓരോ മൂവ്മെൻറ്റിലുണ്ടാവും. ഓരോ ബോംബെയിലായാലും അഹമ്മദാബാദിലായാലും ഏതൊക്കെ ഒരു കല്യാശ്ശേരിക്കാരൻ അതിൽ ലീഡർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നിലയിൽ ഫാക്ടറി വന്നതുകൊണ്ട്, അപ്പോൾ ഇതെല്ലാം ഇൻ്റർവ്യൂ ചെയ്തിട്ട് രേഖകൾ നോക്കിയിട്ടല്ല, ആളുകളെ നമ്മൾ നേരിട്ട് കാണാം. ഒരു 80 വയസ്സ് 75 വയസ്സിൽ എല്ലാം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ യശോദ ടീച്ചർ എന്ന് പറഞ്ഞ കാതലോട്ട് കുഞ്ഞമ്പൂവിൻ്റെ ഭാര്യനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. കാതലോട്ട് കുഞ്ഞമ്പൂവിൻ്റെ ഭാര്യ പറയുന്ന, അന്ന് അധ്യാപിക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശമായിട്ടുള്ളൊരു പണിയാണ്. ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല, പൗഡർ ഇടാൻ പാടില്ല. ചെരുപ്പിട്ടെല്ലാം നടന്നവരെ വേറെ സാമൂഹ്യ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ലാണ് വേറെ നിലയിൽ കാണുക. അവിടെ എങ്ങനെ പരിഷ്കാരം വന്നു? ഒരു തുന്നൽക്കാരനെ തയ്യൽക്കാരനെ ഇൻ്റർവ്യൂ ചെയ്തു. അവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഹിന്ദി സിനിമകളെല്ലാം കാണാൻ പോകും. ഹിന്ദി സിനിമകളിൽ വരുന്ന നടീനടന്മാരുടെ ഡ്രസ്സ് നോക്കും, ആ ഡ്രസ്സ് ഞാൻ തുന്നിത്തുടങ്ങും. അപ്പോൾ നമ്മളെ ഷർട്ടും ഈ ബ്ലൗസും ഇതെല്ലാം വരുന്ന ഒരു ഘടന നമുക്ക് അറിയാം 40കളിൽ. അതുപോലെ തന്നെ നാട്ടിപ്പണിക്ക് കൃഷിപ്പണിക്ക് പോയ സ്ത്രീകൾ പരിശോധിച്ചു. അവർ പറയുന്നത്, രാവിലെ 8 മണിക്ക് പണിക്ക് പോയാൽ വൈകുന്നേരം 6 മണി വരെ പണിയെടുക്കണം. ഉച്ചക്ക് ഭക്ഷണമില്ല. ഒരാണി വെല്ലവും, വെല്ലെന്ന് പറഞ്ഞ ജാഗരി, ഒരാണി വെല്ലവും 1 ഗ്ലാസ് പച്ചവെള്ളവുമായിരുന്നു ഭക്ഷണം. ഇന്ന് അവിടുന്ന് മാറിയിട്ട് നമ്മൾ ഇവിടെ എത്തി. സമൂഹത്തിൻ്റെ ഈ മാറ്റമാണ്. അന്ന് കാർഷിക തൊഴിലാളികൾക്ക് നെല്ലാണ് കൂലി കൊടുക്കുക. ആ നെല്ല് മാറിയിട്ട് പണം വരികയാണ്. ഒരു കർഷകൻ പറയുകയാണ്, ഞാൻ പണം ഇതുവരെ കൈകൊണ്ട് കണ്ടിട്ടില്ല, നെല്ല് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഉറുപ്പ്യ കണ്ടിട്ടില്ല. അവൻ ഫാക്ടറിയിലേക്ക് പോകുന്നത് എന്തിനാ? ഉറുപ്പ്യ കാണാൻ വേണ്ടിയിട്ട്, 1 ഉറുപ്പ്യ കയ്യിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ആ ഒരു ഗ്രാമം ദേശീയമായിട്ട് വളർന്നു വന്നു. ദേശീയമായിട്ട് വളർന്നു വന്നതോട് കൂടിയിട്ട് അവിടെ മാറ്റങ്ങൾ വരികയാണ്. വിദ്യാലയങ്ങൾ വരികയാണ്, കോളേജുകൾ വരികയാണ്. അതോടൊപ്പം തന്നെ പല പല പേരുകളിലും മാറ്റം വരികയാണ്. പുതിയ പേരുകൾ ഉണ്ടാവുകയാണ്. SI ബുക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ. കല്യാശ്ശേരി പോയാൽ SI ബുക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരെ കൊണ്ടുപോകും. ആ SI ബുക്ക് എങ്ങനെ വന്നു? 10-30 കൊല്ലം മുമ്പ് ഒരു SI സ്ഥിരമായിട്ട് കയറുന്നൊരു സ്ഥലം, ബസ് കയറുന്ന സ്ഥലത്തിന് SI ബുക്ക് എന്നുള്ള പേര്. കല്യാശ്ശേരി എന്നുള്ള മുമ്പിലുള്ള പേര് വേറൊരു പേരായിരുന്നു. ആ പേര് പോയിട്ട് ഇതെല്ലാവരും കല്യാശ്ശേരിയിലേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം അവിടെ വന്നു. അപ്പോൾ അടുത്ത ഗ്രാമം എവിടെ? കർണാടകത്തിലുള്ള ഗ്രാമം ബസ്രൂർ എന്നുള്ള ഗ്രാമം. ബസ്രൂർ ആദ്യകാലത്ത് വലിയൊരു തുറമുഖ പട്ടണമായിരുന്നു, നദീതീരത്തുള്ള. അവിടുന്ന് യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരും, ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കും. ആ ബസ്രൂറിൽ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് അമ്പലത്തിൽ പാടുക, അമ്പലത്തിൽ ഡാൻസ് ചെയ്യുക, അതങ്ങനെ നടന്നിട്ട് അവിടുത്തെയുള്ള ക്ഷേത്രത്തിലുള്ള സിസ്റ്റം. ഭൂമി മുഴുവൻ അവിടെ ജമ്മിമാരുടെ കയ്യിലായിരുന്നു. ആ ജമ്മിമാർ മുഴുവൻ ഏറ്റവും ഉയർന്ന ജാതിക്കാരായിരുന്നു. കൃഷിക്കാരുടെ കുടിയായ്മ അവകാശം മാത്രമേ ഉള്ളൂ. ഭൂപരിഷ്കരണം വന്നിട്ടും അവിടെ വലിയ മാറ്റങ്ങളുണ്ടായില്ല. ആ ജാതിയുടെ ഘടന ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് ഭൂമി മുഴുവൻ, താഴ്ന്ന ജാതിക്കാർക്ക് കുടിയായ്മയും. അതേസമയത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ആ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിൽ തന്നെ കേരളത്തിലെ പോലെ ശക്തമായ ഒരു ഭൂപരിഷ്കരണമായിരുന്നില്ല. അതുകൊണ്ട് ജാതിഘടനയിൽ ഇന്നും നമുക്ക് തൊട്ടുകൂടാത്തവരും ഇതെല്ലാം തന്നെ അവിടെ ആ ഗ്രാമത്തിൽ ഇന്നും നിലനിൽക്കുന്നതാണ് കാണുക. കാരണം അവിടെ വ്യവസായശാലകൾ വന്നില്ല. ക്രിസ്ത്യൻ മിഷനറികളുടെ ചെറിയ സ്കൂളുകളിൽ വന്നാലും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതായി. അപ്പോൾ ഇന്ന് ആ മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പഠനം കൂടിയാണ് ബസ്രൂറിൽ നടത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ ഗ്രാമം ഞാൻ എടുത്തത് തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിലെ കീഴ്വെൺമണി എന്ന് പറയുന്നൊരു പ്രദേശമാണ്, ഒരു ഗ്രാമമാണ്. ഇന്ന് കീഴ്വെൺമണി നാഗപട്ടണം ജില്ലയിലെ മറ്റാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഈ കീഴ്വെൺമണി ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നെൽവയലുകളാണ്. നെൽകൃഷിയാണ് ഏറ്റവും പ്രധാനം. അവിടെ മറ്റ് വിഭവങ്ങളൊന്നും കൃഷി ചെയ്യുന്നില്ല. കോട്ടണോ അല്ലെങ്കിൽ കരിമ്പോ അങ്ങനത്തെ ഒന്നുമില്ല. വെറും നെൽകൃഷിയിലില്ല. ഈ നെൽകൃഷിയിൽ കാർഷിക പണികൾ മുഴുവൻ എടുത്തിരുന്നത് പള്ളർ പറയർ എന്ന് പറയുന്ന ജാതിക്കാരാണ്. ഏറ്റവും താഴ്ന്ന പറയറെല്ലാം പറ്റിയിട്ട് സുബ്രഹ്മണ്യ ഭാരതി കവിതകളും മറ്റും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വന്ദേമാതരം എന്ന് പറയുന്ന പുസ്തകത്തിൽ. അപ്പോൾ ഈ പള്ളർ പറയർ മുഴുവൻ ഇവരടിമകളാണ്. ജമ്മിമാർ എന്ന് പറയുന്നത് മുഴുവൻ എന്താണ്, അവിടെ വെള്ളാളർ എന്ന് പറയുന്നതാണ്. കൂലിയാർ എന്നാണ് പറയുന്നത് തൊഴിലാളികൾ. കൂലിയാർ, കൂലി വാങ്ങുന്നവർ കൂലിയാർ. മറ്റേവർ വെള്ളാളർ. ആ വെള്ളാളറുകളാണ് ഭൂമിയുടെ മുഴുവൻ അവകാശവും. അതായത് നമ്മളെ കേരളത്തിലെല്ലാം ഉണ്ടായിരുന്നത് പോലെ പാട്ടം കൊടുക്കുക, വാരം കൊടുക്കുക. ഇവർ മുഴുവൻ ഈ 60കളിലെത്തുമ്പോൾ ഇവരെല്ലാം ദരിദ്രരായിരുന്നു. ഈ കൂലിപ്പണിയെടുക്കുന്നവർ അവർ വേതനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു സമരം നടത്തി. ആ 68ലെ സമരം തമിഴ്നാട്ടിൽ മുഴുവൻ വ്യാപിച്ചൊരു കൂലി സമരമായിരുന്നു തൊഴിലാളികളെ. അപ്പോൾ ഈ നെൽകൃഷിയിൽ അവർക്ക് റൈസ് കൾട്ടിവേറ്റേഴ്സ് ഓണേഴ്സ് എന്ന് പറയുന്ന ഓണേഴ്സ് നെൽകൃഷി ചെയ്യുന്നവരൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അതിൽ ജമ്മിമാരെല്ലാം അങ്ങായി തൊഴിലാളികളാരെ അവരെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ ഇവർ പോയില്ല. ഈ തൊഴിലാളികളെല്ലാം പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പാർട്ടീൻ്റെ എല്ലാ ആൾക്കാരായിട്ട് വരുന്നത്. ഇവരെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് വന്നതോടുകൂടി ഇവരെ മുഴുവൻ സംഘടിപ്പിക്കുവാനുള്ള ശ്രമം നടന്നു. അപ്പോൾ ഒരു വർഗ സമരത്തിൻ്റെ തൊഴിലാളികളുടെ ഒരു ഭാഗത്ത് വേറെ പറയർ ഇതായിട്ടില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, ചെറിയ കൂലികൾ മാത്രം, അടിമകളെപ്പോലെ ജീവിക്കുന്ന ഒരു വിഭാഗം. മറ്റേവരാണെങ്കിൽ സമ്പന്നന്മാരായിട്ട് അവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളുണ്ട്, വലിയ ഇതായിട്ട് ആ നിലയിലുള്ള ഒരു വർഗവിഭജനം വന്നേക്കലാണ് ഇവർ കൂലി അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ സമരം നടക്കുന്നത്. ഈ 68ലെ തൊഴിൽ സമരങ്ങൾ നടക്കുമ്പോൾ ഇതിനെതിരായിട്ട് ഇവരെ സംഘടിപ്പിച്ച ആളുകൾ മുഴുവനുണ്ടല്ലോ. ഗോപാലസ്വാമി എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും വലിയ ജമ്മികളായിട്ട്, ജമ്മികളുടെ സംഘടനയിലായിട്ട് ബന്ധമുള്ള ഗോപാലസ്വാമി. ഈ ഗോപാലസ്വാമി ഗുണ്ടകളെ വിട്ടുകൊണ്ട് ഇവരെ മുഴുവൻ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ 68ൽ ഇവരെ ഈ തൊഴിലാളി സമരം വരുന്ന സമയത്തിൽ ഡിസംബർ 25, 68 ഡിസംബർ 25 ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കാണ് കീഴ്വെൺമണി എന്ന് പറയുന്നത്. ആ കീഴ്വെൺമണിയിൽ ഇവർ മുഴുവൻ ജമ്മിയുടെ ഗുണ്ടകളെ പേടിച്ചിട്ട് ഈ തൊഴിലാളികളായിട്ടുള്ള ഞാൻ പറഞ്ഞ പൊലേരും മറ്റേ ഈ ആളുകളെല്ലാം ഒരു ഇതിൽ കുടിലിൽ പോയിട്ട് രക്ഷപ്പെട്ടു. കുടിലിനെ വാതിലടച്ചിട്ട് ഇവർ ഗുണ്ടകളിൽ നിന്ന് രക്ഷ നേടാൻ നോക്കുമ്പോൾ ഗുണ്ടകൾ പെട്രോൾ ഒഴിച്ചിട്ട് ഏതാണ്ട് 64 പേരുകൾ, അല്ല 64 ഏതാണ്ട് 44ഓളം പേരുകൾ, ഇത് അവരെ പേരുകളെ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇന്നും ഇതിൽ കാണാവുന്നത്. ഈ തൊഴിലാളികൾ മുഴുവൻ 44ഓളം പേരുകൾ, ചെറിയ കുട്ടികളുണ്ട്, 6 മാസം പ്രായമായ കുട്ടികൾ, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇവർ ഗോപാലസ്വാമിക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ കേസ് വന്നു. അയാൾ സുപ്രീം കോടതിയിൽ പോയിട്ട് അവസാനം രക്ഷപ്പെട്ടു വരികയാണ് ചെയ്തത്. ആ രക്ഷപ്പെട്ട ഗോപാലസ്വാമി നായിഡു പിന്നീട് മടങ്ങി വന്നപ്പോൾ ആരോ അയാളെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഈ ഗ്രാമത്തെ പരിശോധിച്ചപ്പോൾ എന്തുകൊണ്ട് കല്യാശ്ശേരിയിലെ പോലെയുള്ള മാറ്റങ്ങൾ അവിടെ വന്നില്ല? മാറ്റങ്ങൾ വരാതിരിക്കാൻ കാരണം ഗോപാലസ്വാമി നായിഡു ഇയാളെ പോലെയുള്ള ജമ്മിമാർ മുഴുവൻ ദേശീയ പ്രസ്ഥാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേസമയത്ത് കല്യാശ്ശേരിയിലുള്ള ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള ഒരു ഉയർന്ന ജാതിക്കാരായിട്ടുള്ള KPR ഗോപാലൻ അങ്ങനെയുള്ള ആളുകൾ ആയിരുന്നു അവിടെ. പി കൃഷ്ണപിള്ളയുടെ പ്രവർത്തനം, EMSൻ്റെ പ്രവർത്തനം, കേരളീയൻ്റെ പ്രവർത്തനം, ഏറ്റവും ശക്തമായ ഒരു കർഷക സംഘം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതുന്നതായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേസമയത്ത് കീഴ്വെൺമണിയിൽ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പഠനം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഈ അടിമത്തത്തിൻ്റെ കാർഷിക സമൂഹം മുഴുവൻ അടിമത്തത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു നിലയിലാണ് കീഴ്വെൺമണി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയ് ദിനം ആഘോഷിക്കുന്നു. മെയ് 1 ഷിക്കാഗോയിൽ നടന്ന വെടിവെപ്പിൻ്റെ അനുസ്മരണമായിട്ടാണ് നമ്മൾ ഇത്
മെയ് 1 ട്രേഡ് യൂണിയൻ ഇതിനായിട്ട് അതേസമയം പോലെ അമ്മ ദൈവങ്ങളെ മറ്റു ആരാധനയായിട്ട് പ്രൊസഷനായിട്ട് നടക്കുന്നത് പോലെ ഇന്നും കീഴ്വൺമണിയിൽ ഈ 25 ഡിസംബർ 1968 ഇന്നും അനുസ്മരിച്ചു വരുന്ന അനേകം കവിതകളുണ്ട് തമിഴിൽ. മലയാളത്തിൽ തന്നെ കഥാപ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട് ഈ കീഴ്വൺമണി സംഭവം. അപ്പോൾ ആ ഗ്രാമത്തിൽ ഇന്നും എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താ? വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ല, വളർച്ചയില്ല. ഈ അധസ്ഥിതർ അവിടെ തന്നെ. ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹം പറയുന്നത് ഭൂപരിഷ്കരണം വന്നു, പക്ഷേ ഭൂപരിഷ്കരണത്തിൻ്റെ നിയമങ്ങൾ മുഴുവൻ ജന്മിമാർക്ക് അനുകൂലമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കുടിയാന്മാർക്ക്, കർഷകർക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുന്ന നിയമങ്ങൾ അവിടെയില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കല്യാശ്ശേരിയും ഈ കീഴ്വൺമണിയും താരതമ്യപ്പെടുത്തുമ്പോൾ അജഗജാന്തരം എന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ പറയേണ്ടി വരും. എന്തുകൊണ്ട് അവിടെ ഏറ്റവും ശക്തമായ തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകുമ്പോഴും കൂടി ജന്മിമാർ ഏറ്റവും ശക്തമായിട്ട് പ്രതികരിക്കും. അതേസമയത്ത് കല്യാശ്ശേരിയിലാണെങ്കിൽ ജന്മിമാരാണ് കർഷക പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിട്ട് മാറുന്നത്. ഈ ഒരു വ്യത്യാസം കണ്ട് കാണാം.